ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, സിങ്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന മോട്ടോർ സിസ്റ്റമാണ്. അതായത് സിങ്കിൻ്റെ അത് വരുന്ന വേസ്റ്റ് കാര്യങ്ങളെല്ലാം നേരെ പുറത്തേക്ക് പോകുന്നത്. നമ്മൾ സാധാരണ സിങ്കിലാണെങ്കിൽ നമ്മൾ ചോറും പറ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ചോറും പറ്റും അങ്ങനെ തന്നെയാണ് നേരെ കുഴിയിലേക്ക് പോകുന്നത്. അതങ്ങനെ കിടന്ന് നമ്മുടെ സോപ്പ് അതേം കാര്യങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരിക്കലും ദ്രവിക്കാതെ കിടന്ന് വലിയ സ്മെല്ല് കാര്യങ്ങൾ എടുക്കുന്നത് അങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ്കിൻ്റെ താഴെ സെറ്റായിട്ട് വരുന്നതാണ്. സിങ്കിൻ്റെ താഴെ വരുന്ന മോട്ടോർ സിസ്റ്റമാണ്. ഈ മോട്ടോർ സിസ്റ്റം നേരെ സിങ്കിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം 6 ആംസിൻ്റെ പ്ലഗ് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ പറയുന്ന ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ ഔട്ട്ലെറ്റിലൂടെ നമ്മൾ വരുന്ന സിങ്കിലൂടെ നമ്മൾ എന്ത് കൊടുക്കുന്ന വേസ്റ്റ് കംപ്ലീറ്റ് അരച്ചിട്ടാണ്, അതായത് വളരെ ലിക്വിഡ് ഫോമായിട്ട് അരച്ച് നേരെ നമ്മൾ കുഴിയിലേക്കോ എവിടേക്കാണെന്ന് വെച്ചാൽ നമുക്ക് കളയുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് ജസ്റ്റ് ഇങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അതിൻ്റെ മോട്ടോർ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. 1.5 HP മോട്ടറാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 HP അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ആണെങ്കിലും അതുപോലെ തന്നെ ചോറും പറ്റാണെങ്കിലും നമ്മൾ എന്താണ് വേസ്റ്റ് അല്ലെങ്കിൽ കറികളുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സിങ്ക് കഴുകുന്ന സമയത്ത്, പാത്രം കഴുകുന്ന സമയത്ത് ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിയുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് വളരെ ചെറിയ ചെറിയ പീസുകളായിട്ട് വളരെ അരച്ച് നമ്മൾ മിക്സിയിലൊക്കെ അരയ്ക്കുന്ന ആ ലെവലിൽ തന്നെ ലിക്വിഡ് ഫോം ആക്കിയിട്ട് നേരെ പുറത്തേക്ക് കളയുന്നു. ഇതതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതതിൻ്റെ ക്ലീൻ ചെയ്യുന്നതിന് ഒറ്റ മോട്ടറായിട്ടാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. അത് നേരെ നമ്മൾ സിങ്കിൻ്റെ വേസ്റ്റ് കപ്ലിങ് ഈ മോട്ടർ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കപ്ലിങ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കപ്ലിങ്ങും കൂടിയിട്ടാണ് നമുക്ക് തരുന്നത്. നേരെ അതിൻ്റെ അകത്തേക്ക് കപ്ലിങ് സെറ്റ് ചെയ്യുക, അതിനുശേഷം മോട്ടറും സെറ്റ് ചെയ്യുക, അതിനുശേഷം ഔട്ട്പുട്ട് കൊടുക്കുക. സ്റ്റാൻഡിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ 6 ആംസിൻ്റെ പ്ലഗ്ഗാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. 6 ആംസിൻ്റെ മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്കിത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എവിടേക്കെങ്കിലും, അതായത് ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ തന്നെയാണെങ്കിലും എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ മാറ്റി വെക്കണമെങ്കിലോ നമ്മുടെ വർക്ക് ഏരിയയിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കണമെങ്കിലോ അത് കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ഹോസാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫ്ലെക്സിബിൾ ഹോസ് നമുക്ക് വേസ്റ്റ് ലൈനിലേക്ക് കൊടുക്കാം. ഫ്ലെക്സിബിൾ ഹോസ് വേസ്റ്റ് ലൈനിലേക്ക് കൊടുത്തു നേരെ പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ പുറത്തേക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കുഴികളുണ്ടെങ്കിൽ കുഴിയിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വേസ്റ്റ് പൈപ്പിലേക്ക് കൊടുക്കുക. വേസ്റ്റ് പൈപ്പിലേക്ക് ലിക്വിഡ് ഫോമായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരിക്കലും ചോറും പറ്റൊന്നും അങ്ങനെ തന്നെ കിടക്കുന്നില്ല. നമ്മൾ കട്ട് ചെയ്ത് ലിക്വിഡ് ഫോമായിട്ട് വരുന്നതുകൊണ്ട് ചീഞ്ഞ് ഒരുപാട് സ്മെല്ല് കാര്യങ്ങളൊന്നും സിങ്കിലേക്ക് റിട്ടേൺ വരാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ഉപകരിക്കുന്ന ഒരു പ്രൊഡക്ട്സാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.